നിലമ്പൂരിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. 10,000-ൽ കുറയാതെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അൻവറിന് എന്തു പറ്റിയെന്ന് മനസ്സിലാകുന്നില്ലെന്നും UDF-ലേക്ക് സ്വീകരിക്കുന്ന കാര്യം കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണെന്നും അടൂർ പ്രകാശ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നിലമ്പൂരിലെ വോട്ടർമാരുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് പറയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് നമുക്കൊപ്പമുണ്ട്. സർ, എങ്ങനെയാണ് ഫലം വരുമ്പോൾ പ്രതീക്ഷകൾ? ഫലം വരുന്ന അവസരത്തിൽ നല്ല പ്രതീക്ഷയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 10,000-ൽ കുറയാതുള്ള വോട്ട് ഞങ്ങൾ നേടും. അതിന് മുകളിൽ ആയിക്കൂടാ എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് 10,000-ന് മുകളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ കാണുന്നുണ്ട്. മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രചരണായുധം ഉൾപ്പെടെ അവർ ആരോപിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ബന്ധമായി. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ജനങ്ങളെ സ്വാധീനിച്ചില്ല എന്ന് തന്നെയല്ലേ കരുതുന്നത്? അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ മുങ്ങിത്താഴാൻ പോകുന്ന ആളുകൾ കച്ചിത്തുരുമ്പയും കയറി പിടിക്കും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ടെത്തിയിരിക്കുക. ഏറ്റവും അവസാനമല്ല, അത് ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. എങ്കിലും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു ആശങ്കയും അത്തരത്തിലൊരു ചിന്തയും അവിടെ ഇല്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രതികരണം അത് കുറച്ച് രസകരമാണെങ്കിൽ പോലും താൻ ജയിച്ചില്ലെങ്കിൽ UDF ജയിക്കട്ടെ എന്നുള്ളൊരു ധ്വനിയുള്ളൊരു പ്രതികരണമായിരുന്നു. അതിൽ പറഞ്ഞത് തെളിഞ്ഞ പിണറായിയേക്കാൾ നല്ലതല്ലേ ഒളിഞ്ഞ പിണറായി എന്നുള്ളൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അല്ല, അൻവർ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ മണിക്കൂറുകൾ ഇടവിട്ട് പല വിഷയങ്ങളും പറയാറുണ്ട്. എന്ത് അദ്ദേഹത്തിന് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരിക്കൽ പറയും ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയും. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ മത്സരിക്കുന്നു എന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത മണിക്കൂറിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് പണമില്ലാത്തതുകൊണ്ട് മത്സരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ജനങ്ങളത് ഏത് തരത്തിൽ ഏറ്റെടുത്തു എന്നതിനെക്കുറിച്ച് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ജനങ്ങളുടെ പ്രതികരണം കേൾക്കുമ്പോൾ ഒരു ഇത്തരത്തിൽ വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് എപ്പോഴും കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴല്ലെങ്കിൽ പോലും പിന്നീടായാലും ഭാവിയിൽ PV അൻവറിനെ ചേർത്ത് നിർത്താൻ UDF തയ്യാറായിരിക്കും, അല്ലെങ്കിൽ UDF-ന് അതിന് സാധിക്കുമായിരിക്കും? ഇല്ല, അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ആ വിഷയങ്ങളൊക്കെ തന്നെ ഞങ്ങൾ UDF കൂടി, മുതിർന്ന നേതാക്കന്മാരുണ്ട്, UDF കൂടി എല്ലാ UDF-ൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ, ചർച്ചകൾക്ക് മാത്രമേ ഇതിന് വിലയുള്ളൂ. അതിനുശേഷം മാത്രമേ എന്ത് വേണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ഇനിയിപ്പം ദിവസം കിടക്കുകയാണല്ലോ, സമയം ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രതികരണവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ UDF ക്യാമ്പിൽ വിജയത്തെ കുറഞ്ഞ് ഒരു പ്രതീക്ഷയുമില്ല. അവർ ഭൂരിപക്ഷം എത്ര എന്നാണ് അവരുടെ ചർച്ചകൾ നടക്കുന്നത് എന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.